ഇന്നത്തെ നമ്മുടെ സെഷനിൽ നമ്മളിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ BA എക്കണോമിക്സിന്റെ സിലബസ് സെക്കൻഡ് ഇയറിന്റെ സിലബസ് ഡീകോഡിങ്ങിന്റെ ഭാഗമായിട്ടാണ്. നമ്മളിപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, സെക്കൻഡ് ഇയറിന്റെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് സിലബസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ മെൻറ്റർ ആയിട്ടുള്ള തേഴ്സിൻ മാം ഇവിടെ വന്നിട്ടുണ്ട്. തേഴ്സിൻ മാമിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. ഓവർ ടു യു മാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ അതുപോലെ നിങ്ങൾ എല്ലാവരും ഞാൻ ഈ ഒരു സെക്ഷനിലോട്ട് വെൽക്കം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയർ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ഇയറിലോട്ട് അഡ്മിഷൻ എടുത്തു. ഇപ്പൊ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ നമ്മൾ ആപ്പിൽ കണ്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈം ആയിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് ഈ ഒരു സെക്കൻഡ് ഇയറിൽ എത്രമാത്രം കോഴ്സസ് നമുക്ക് പഠിക്കാനുണ്ട്, ഏതൊക്കെയാണ് നമുക്ക് വരുന്നത് എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ സിലബസ് എന്താണ്, അതിൽ എത്രമാത്രം നമുക്ക് പഠിക്കാനുണ്ട്, ഓരോ യൂണിറ്റ് ബ്ലോക്കുകളും ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. അതോടുകൂടെ ലെയിൻ വൈസിൽ നിന്നും എന്തൊക്കെ സപ്പോർട്ടുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കുക, എന്തൊക്കെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടുന്നുണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. കുറച്ചായിട്ട് നമുക്ക് നമ്മുടെ സിലബസുകൾ എന്താണ് എന്നുള്ളത് നോക്കാം. ഇപ്പൊ നമ്മുടെ സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് 4 കോർ പേപ്പേഴ്സ് ഉണ്ട്, അതുപോലെ ഇലക്ടീവ് പേപ്പേഴ്സും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഫുള്ളി അവൈലബിൾ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ ലേൺ വൈസിൽ അവൈലബിൾ ആണ്. അത് വീഡിയോ ക്ലാസ്സസ്, ലെക്ചേഴ്സ്, അതുപോലെ നമ്മുടെ SLM മാൻ തുടങ്ങിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ ഫുള്ളി അവൈലബിൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഓരോ സബ്ജക്റ്റിനും എത്രമാത്രം ക്രെഡിറ്റ്സ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ BECC 105 ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് 1, BECC 106 ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് 1, and BECC 107 statistical method for economics, BECC 108 intermediate microeconomics 2, BECC 109 intermediate microeconomics 2. ഈ ഒരു 4 പേപ്പർ, അതായത് മൈക്രോ എക്കണോമിക്സ് 1 and 2, മൈക്രോ എക്കണോമിക്സ് 1 and 2, ഈ 4 പേപ്പേഴ്സ് നമുക്ക് കോർ പേപ്പേഴ്സ് ആയിട്ട് വരുന്നതാണ്. ബാക്കിയുള്ളത് ഇലക്ടീവ്സ് ആണ്. പിന്നെ നമുക്ക് വരുന്നത് BECC 110 ഇൻട്രൊഡക്ടറി എക്കണോമെട്രിക്സ് ആൻഡ് BPOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്, BPCS 183 ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് BPAG 173 e-government, BPCG 173 psychology for health and well-being, BEGG 173 academic writing and composition, BPAG 174 sustainable development, BPCS 184 school psychology, BPCS 186 managing stress, BPA 184 logistic management, BEGS 183 writing and study. ഇനി പറയാൻ പോകുന്ന ബാക്കി സബ്ജക്റ്റുകൾ ഇലക്ടീവ്സ് ആയിട്ട് വരുന്ന സബ്ജക്റ്റുകളാണ്. ഇത് നിങ്ങൾക്ക് അഡ്മിഷന്റെ സമയത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മുടെ കോർ പേപ്പേഴ്സ് കഴിഞ്ഞ് ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഇലക്ടീവ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇനി പറയുന്ന സബ്ജക്റ്റുകളുടെ മെറ്റീരിയൽസ് മാത്രമാണ് ലേണേഴ്സ് ഉണ്ടായിരിക്കുക. വീഡിയോ റെക്കോർഡ് ക്ലാസ്സസ് നമുക്ക് ഉണ്ടായിരിക്കില്ല. BAMS 183 Tourism Anthropology, BPCS 185 Developing Emotional Competence, and BPCS 187 Managing Human Resources, BSSS 183 Life Skills, BSOG 173 Rethinking Development, BPCG 174 Psychology and Media, BANS 184 Public Health and Epidemiology, BECCS 184 Data Analysis, BEGS 186 Business Communication, BPCS 188 Application of Science, Social Psychology, ONR 002 Basics of Hydrology, BPCG 126 Psychology of Gender, and BEGG 134 Creative Writing. അപ്പൊ ഇത്രയും കോഴ്സസ് നമുക്ക് സെക്കൻഡ് ഇയറിൽ അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇലക്ടീവ്സ് ചൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് തേർഡ് ഇയറിൽ വരുന്ന സബ്ജക്റ്റുകളാണ് അടുത്ത് പറയുന്നത്. തേർഡ് ഇയറിൽ എത്ര സബ്ജക്ട് വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. BECC 111 ഇന്ത്യൻ എക്കോണമി 1 ആൻഡ് BECC 112 ഡെവലപ്മെന്റ് എക്കണോമിക്സ് 1, BECC 113 Indian Economics 2, BECC 114 Development Economics 2, BECC 141 Economics of Health and Education, BECC 143 Environmental Economics, BECC 142 Applied Economics, BECC 144 Financial Economics. അപ്പൊ ഇത്രയും സബ്ജക്റ്റുകളുടെ എല്ലാ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ക്ലാസ്സും അതുപോലെ മെറ്റീരിയൽസും എല്ലാം നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് ഇത്രയും നമ്മുടെ ഹോണറി ഡിഗ്രിക്കാരുടെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അത് മാത്രമല്ല നമ്മൾ 4 ഡിഗ്രിക്കാർക്ക് വരുന്ന സിലബസ് എങ്ങനെയാണെന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് 4 കോർ പേപ്പേഴ്സ് ഉണ്ട് കമ്പൽസറി ആയിട്ടുള്ളത്. കൂടാതെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതായത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള നമ്മുടെ BEGAE 182 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്ന ഒരു പേപ്പർ നമുക്ക് പഠിക്കാനുണ്ട്. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ടുള്ള BEGS 183 റൈറ്റിംഗ് ആൻഡ് സ്റ്റഡിക്കൽ എന്ന് പറയുന്ന ഒരു പേപ്പറും വരുന്നുണ്ട്. കൂടാതെ നമുക്ക് 2 മൈനർ പേപ്പേഴ്സും കൂടെ പഠിക്കാനുണ്ട്. അത് സൈക്കോളജിയും സോഷ്യോളജിയും നമുക്ക് നമ്മുടെ പ്രിഫറൻസിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ.
ഓക്കെ, ഇനി ഓരോ കോർ പേപ്പേഴ്സിലും വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ വരുന്നത് നോക്കാം. BECC 105 ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് 1. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് കൺസ്യൂമർ തിയറി ആണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ കൺസ്യൂമർ തിയറിയുടെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും ഈ ഒരു ബ്ലോക്ക് 1 നമ്മൾ യൂട്ടിലിറ്റി എന്താണ്, കൺസ്യൂമർ ഇക്വിലിബ്രിയം എങ്ങനെ വരുന്നു, അതുപോലെ സർക്കിൾസ് എങ്ങനെയാണ് വരുന്നത്, അതിലുണ്ടാവുന്ന ചോയ്സ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം. 4 യൂണിറ്റുകളാണ് നമുക്ക് ബ്ലോക്ക് 1 വരുന്നത്. യൂണിറ്റ് 1 പ്രിഫറൻസ് ആൻഡ് യൂട്ടിലിറ്റി, യൂണിറ്റ് 2 കൺസ്യൂമർ ഇക്വിലിബ്രിയം, യൂണിറ്റ് 3 കൺസ്യൂമർ സർക്കിൾ, യൂണിറ്റ് 4 choice under uncertainty and intemperance choice. Okay. And block 2 production and food. 2 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 5 എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് one and more variable input, and യൂണിറ്റ് 6 cost function. And block 3 equilibrium under perfect competition. നമ്മൾ മാർക്കറ്റുകൾ നമ്മൾ ഫസ്റ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്ന ഇക്വിലിബ്രിയംസും കാര്യങ്ങളാണ് നമുക്ക് അതിൽ ബ്ലോക്ക് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. 2 യൂണിറ്റുകളാണ് അതിൽ വരുന്നത്. യൂണിറ്റ് 7 profit maximization by competitive firm, and യൂണിറ്റ് 8 efficiency of competitive market. And block അടുത്ത സബ്ജക്റ്റ് അല്ല BECC 10 ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് 1 നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 അഗ്രിഗേറ്റഡ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഡിമാൻഡ് എന്താണ്, സപ്ലൈ എന്താണ്, അതിന്റെ ഇക്വിലിബ്രിയം എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. 3 യൂണിറ്റുകളാണുള്ളത്. യൂണിറ്റ് 1 അഗ്രിഗേറ്റ് ഡിമാൻഡ്, യൂണിറ്റ് 2 അഗ്രിഗേറ്റ് സപ്ലൈ, ആൻഡ് യൂണിറ്റ് 3 ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ആൻഡ് സൈക്കിൾ. ബ്ലോക്ക് 2 എക്സ്പെക്ടേഷൻ, ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റും എങ്ങനെയാണ് ഇൻഫ്ലേഷൻ റിലേറ്റ് ആയിട്ടിരിക്കുന്നത്, ഏതൊക്കെ ടൈമിലാണ് അൺഎംപ്ലോയ്മെന്റ് സംഭവിക്കുന്നത്, അത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ എക്സ്പെക്ടേഷൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ യൂണിറ്റ് 4 അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ, ആൻഡ് യൂണിറ്റ് 5 റാഷണൽ എക്സ്പെക്ടേഷൻ, ആൻഡ് യൂണിറ്റ് 6 ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. അതിന്റെ റിലേഷൻസ് എന്താണ് എന്നുള്ളതൊക്കെയാണ് അതിൽ നോക്കുന്നത്. ആൻഡ് ബ്ലോക്ക് 3 ബാലൻസ് ഓഫ് പേയ്മെന്റ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഇതിൽ നമുക്ക് 3 യൂണിറ്റ്സ് വരുന്നുണ്ട്. യൂണിറ്റ് 7 ഫിനാൻഷ്യൽ മാർക്കറ്റ്, ആൻഡ് യൂണിറ്റ് 8 ബാലൻസ് ഓഫ് പേയ്മെന്റ്, ആൻഡ് യൂണിറ്റ് 9 എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ. അപ്പോൾ ആ ഒരു ഇതിൽ നോക്കാം, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ് എന്താണ് എന്നുള്ളത്. അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ടാവുക. ആൻഡ് ബ്ലോക്ക് 4 ഓപ്പൺ എക്കോണമി മോഡൽ. ഓപ്പൺ എക്കോണമി മോഡലിൽ നമുക്ക് 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 10 ബണ്ടൽ ഫ്ലെമിംഗ് മോഡൽ, ആൻഡ് യൂണിറ്റ് 11 ഡോർമെറ്റ് ഓവറോസ്റ്റിംഗ് മോഡൽ, ആൻഡ് യൂണിറ്റ് 12 മൈക്രോഇക്കണോമിക് പോളിസി ഇൻ ഓപ്പൺ എക്കോണമി. ഇത്രയാണ് നമ്മുടെ മാക്രോ എക്കണോമിക്സിൽ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ആൻഡ് BECC 107 സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ എക്കോണമി. ഇതിൽ ബ്ലോക്ക് 1 നമുക്ക് നോക്കാം, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, നമുക്ക് പ്രോബ്ലം പേപ്പേഴ്സ് ആണ് വരുന്നത്. അപ്പൊ യൂണിറ്റ് 1 ബേസിക് സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ് ആൻഡ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്, ആൻഡ് യൂണിറ്റ് 2 tabulation and graphic representation of data, യൂണിറ്റ് 3 summarization of univariate data, and യൂണിറ്റ് 4 measures of skewness and purpose. Okay. And block 2 summarization of bivariate and multivariate data. അതിൽ നമുക്ക് 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. യൂണിറ്റ് 5 എന്ന് പറയുന്നത് കോറിലേഷൻ ആൻഡ് പ്രിഡിക്ഷൻ ആണ്. യൂണിറ്റ് 6 എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. യൂണിറ്റ് 7 ഡിറ്റർമിനിസ്റ്റിക് ടൈം സീരീസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, ആൻഡ് യൂണിറ്റ് 8 വൈറ്റൽ സ്റ്റാറ്റ്. മൊത്തം പ്രോബ്ലംസ് ആട്ടോ, പ്രോബ്ലമാറ്റിക് പേപ്പർ ആണത്. ആൻഡ് ബ്ലോക്ക് 3 പ്രോബബിലിറ്റി തിയറി. യൂണിറ്റ് 9 എലമെന്ററി പ്രോബബിലിറ്റി, യൂണിറ്റ് 10 ഡിസ്ക്രിപ്റ്റീവ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ആൻഡ് യൂണിറ്റ് 11 കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രോബബിലിറ്റി എന്താണ്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് വേരിയേഷൻസ് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ബ്ലോക്ക് 4 സാമ്പിളിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിഫറൻസ്. സാമ്പിളിംഗ് എന്താണ്, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിഫറൻസ് എങ്ങനെ വരുന്നു, അതെങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാം, അതിന്റെ ഹൈപ്പോത്തസിസ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നുണ്ടാവുക. യൂണിറ്റ് 12 സാമ്പിളിംഗ് പ്രൊസീജിയർ, യൂണിറ്റ് 13 സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻ, ആൻഡ് യൂണിറ്റ് 14 ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്, ആൻഡ് യൂണിറ്റ് 15 chi square. ആൻഡ് അടുത്തതായിട്ടുള്ള BECC 108 ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ്. ഇതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് ജനറൽ ഇക്വിലിബ്രിയം. 2 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 1 ജനറൽ ഇക്വിലിബ്രിയം വിത്ത് പ്രൊഡക്ഷൻ, ആൻഡ് യൂണിറ്റ് 2 ഓവറോൾ എഫിഷ്യൻസി ആൻഡ് വെൽഫെയർ എക്കണോമി, ആൻഡ് ബ്ലോക്ക് 2 ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, യൂണിറ്റ് 3 മോണോപോളി, ആൻഡ് യൂണിറ്റ് 4 മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. നമ്മൾ മൈക്രോ എക്കണോമിക്സ് 1 നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻസ് മാർക്കറ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മൈക്രോ എക്കണോമിക്സ് 2 നമുക്ക് കോമ്പറ്റീഷൻ, അതായത് മോണോപോളി എന്ന് പറയുന്ന മാർക്കറ്റും അതുപോലെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻസ് എന്ന് പറയുന്ന മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് ബ്ലോക്ക് 3 ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഒളിഗോപോളി ആൻഡ് ഗെയിം തിയറി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. മാർക്കറ്റുകൾ തന്നെയാണ് അതിൽ പഠിക്കാൻ വരുന്നത്. ആൻഡ് ബ്ലോക്ക് 4 മാർക്കറ്റ് ഫെയിലിയർ, യൂണിറ്റ് 7 എക്സ്റ്റേണാലിറ്റീസ് ആൻഡ് പബ്ലിക് ഗുഡ്സ്, യൂണിറ്റ് 8 സിമെട്രിക് ഇൻഫോർമേഷൻ. അടുത്തത് BECC 109 ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് 2.
ബ്ലോക്ക് 1 എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്തിൽ നമ്മൾ ഹാരോഡാമർ മോഡല്, സോളോ മോഡല്, ഇൻഡിവിജ്വലൈസ് ഗ്രോത്ത് മോഡല്, ബിസിനസ് സൈക്കിള്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ പഠിക്കാനായിട്ട് വരുന്നത്. ആൻഡ് സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക് ഫൗണ്ടേഷൻസ് ആണ്. അതായത് ഇന്റർ കൺട്രി ചോയ്സ് 1, ഇന്റർ കൺട്രി ചോയ്സ് 2, ഇൻവെസ്റ്റ്മെന്റ് ഫങ്ഷൻസ്, ഡിമാൻഡ് ആൻഡ് മണി, പോസ്റ്റ് ഇനീഷ്യൽ സ്കിൽസ്. അങ്ങനെ 4 യൂണിറ്റുകളാണ് നമുക്ക് ബ്ലോക്ക് 2 പഠിക്കാനായിട്ട് വരുന്നത്. ആൻഡ് ബ്ലോക്ക് 3 ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി. ഫിസിക്കൽ പോളിസി എന്താണ്, മോണിറ്ററി പോളിസി എന്താണ്, അപ്പൊ ആ 2 യൂണിറ്റ് 9 ഉം 10 ഉം ഇതെന്താണ്, ഈ തിയറീസ് എന്താണെന്നുള്ളതാണ് ആക്കുന്നത്. ആൻഡ് ബ്ലോക്ക് 4 ഫുൾ ഓഫ് മൈക്രോ എക്കണോമിക്സ്. യൂണിറ്റ് 11 എവല്യൂഷൻ ഓഫ് മൈക്രോ എക്കണോമിക്സ് ഓഫ് 1, യൂണിറ്റ് 12 എവല്യൂഷൻ ഓഫ് മൈക്രോ എക്കണോമിക്സ് ഓഫ്. അപ്പൊ ആ 2 പേപ്പേഴ്സ് ആണ് നമുക്ക് അതിൽ പഠിക്കാനായിട്ട് വരുന്നുണ്ടാവുക. ആൻഡ് BECC 110 ഇൻട്രൊഡക്ടറി എക്കണോമിക്സ്. എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന പ്രോബ്ലം പേപ്പേഴ്സ് തന്നെയാണ് കേട്ടോ. ബ്ലോക്ക് 1 എക്കണോമെട്രിക് തിയറി ഫണ്ടമെന്റൽ. നമുക്ക് 3 യൂണിറ്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു എക്കണോമെട്രിക്സ്, ആൻഡ് ഓവർവ്യൂ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ്, ആൻഡ് ഓവർവ്യൂ ഹൈപ്പോത്തസിസ്. ആൻഡ് ബ്ലോക്ക് 2 റിഗ്രഷൻ മോഡൽസ്, 2 വേരിയബിൾസ്. അതിൽ 3 യൂണിറ്റുകൾ തന്നെയാണ് വരുന്നത്. യൂണിറ്റ് 4 എന്ന് പറയുന്നത് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ എസ്റ്റിമേഷൻ, ആൻഡ് യൂണിറ്റ് 5 സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ ഇന്റർഫറൻസ്, ആൻഡ് യൂണിറ്റ് 6 എക്സ്റ്റൻഷൻ ഓഫ് 2 വേരിയബിൾ റിഗ്രഷൻ മോഡൽ. ആൻഡ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽസ് ആണ്. യൂണിറ്റ് 7 മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ എസ്റ്റിമേഷൻ, ആൻഡ് യൂണിറ്റ് 8 മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ ഇൻഫറൻസ്, ആൻഡ് യൂണിറ്റ് 9 extension of regression model, dummy variable case. And block 4 testing the violations of assumptions. And അതിൽ 3 യൂണിറ്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ മൾട്ടികോർഡിനാലിറ്റി ആൻഡ് ഹെറ്ററോസിഡാസിറ്റി, ഓട്ടോകോറിലേഷൻ. ഈ 3 ടോപ്പിക്സ് ആണ് നമുക്ക് അതിൽ പഠിക്കാനായിട്ട് വരുന്നത്. ബ്ലോക്ക് 5 എക്കണോമെട്രിക് മോഡൽ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. 2 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 13 മോഡൽ സെലക്ഷൻ ക്രൈറ്റീരിയ, ആൻഡ് യൂണിറ്റ് 14 ടെസ്റ്റ് ഓഫ് സ്പെസിഫിക്കേഷൻ എറർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് വരുന്ന സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മുടെ അടുത്തായിട്ട് നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ഇയർ അസൈൻമെന്റ്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തവരായിരിക്കും. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, നമുക്ക് എത്ര സബ്ജക്റ്റ് ഉണ്ടോ അത്രയും സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ജനുവരി ഡേറ്റാണ്. ഇപ്പോൾ നമുക്ക് ഒക്ടോബറിലാണ്, ഒക്ടോബർ 31 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് നമുക്ക് അസൈൻമെന്റ് സബ്മിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റഡി സെന്റർ ഏതാണോ അവിടെയാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. നമുക്ക് അസൈൻമെന്റിന്റെ വരുന്ന പാസ് മാർക്ക് എന്ന് പറയുന്നത് 35% ആണ്. 100 മാർക്കിലോട്ടാണ് നമ്മുടെ അസൈൻമെന്റ് വരുന്നത്. അപ്പോൾ എത്ര സബ്ജക്റ്റ് ഉണ്ടോ അത്രയും സബ്ജക്റ്റിന്റെ അസൈൻമെന്റ് നമ്മൾ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ഒരു അക്നോളജ്മെന്റ് ഫോം തരും. ആ ഒരു ഫോം കൈപ്പറ്റിയിട്ടല്ലാതെ നിങ്ങൾ ആരും തിരിച്ചു തരാനേ പാടില്ല. കാരണം നമുക്ക് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഏറ്റവും പ്രൂഫ് ആയിട്ട് നമ്മൾ പറയുന്നത് ആ ഒരു അക്നോളജ്മെന്റ് ഫോം ആണ്. ഓരോ അസൈൻമെന്റും മിനിമം നമുക്ക് 30 പേജസ് ആണ് പറയുന്നത്. അത് മാത്രമല്ല നമ്മുടെ സ്റ്റഡി സെന്റേഴ്സിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഓരോ അസൈൻമെന്റ്സ് എഴുതുന്നതിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉണ്ട്. നമ്മൾ ഏറ്റവും അസൈൻമെന്റ്സ് എഴുതേണ്ടത്. മാത്രമല്ല നമ്മൾ അത് പഞ്ച് ചെയ്ത് നൂല് വെച്ച് കെട്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഫ്രണ്ട് ഷീറ്റും അസസ്മെന്റ് ഷീറ്റുകളും പിന്നെ നമുക്ക് അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളും നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിത് സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിർബന്ധമായിട്ടും അതിന്റെ ഒരു ഫോട്ടോ കോപ്പീസ് കാര്യങ്ങളൊന്ന് എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ടേമിന്റെ എക്സാമിനേഷൻ. നമുക്കറിയാം നമുക്ക് ഡിസംബറിലാണ് എക്സാംസ് വരുന്നുണ്ടായിരിക്കുക. ഡിസംബറിൽ എക്സാംസ് വരുമ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എക്സാംസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സാംസിന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ആ സമയത്ത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഏതാണ് നമ്മുടെ എക്സാം സെന്റർ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുള്ളൂ. മാത്രമല്ല എക്സാംസിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് കൂടാതെ പിന്നെ നമ്മുടെ ID കാർഡ് അത് രണ്ടും നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് 100 തന്നെയാണ് എക്സാംസും വരുന്നത്. അതിൽ നമുക്ക് 35% തന്നെയാണ് പാസ് മാർക്ക് ആയിട്ട് നമുക്ക്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മുടെ ഫൈനൽ സ്കോർ ഇടുന്നത് നോക്കുവാണെങ്കിൽ നമുക്ക് 30% ഓഫ് മാർക്ക് ഒബ്ടൈൻഡ് ഇൻ അസൈൻമെന്റ്. അതായത് അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് നമുക്ക് അതിൽ കിട്ടിയ മാർക്കിന്റെ 30% പ്ലസ് സെയിം നമ്മുടെ ആ ഒരു സബ്ജക്റ്റിൽ നമ്മൾ എഴുതി കിട്ടിയ മാർക്കിന്റെ 70%. അതായത് അസൈൻമെന്റ്സിൽ കിട്ടിയ മാർക്കിന്റെ 30%ഉം എക്സാംസ് എഴുതി കിട്ടിയ മാർക്കിന്റെ 70%. അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ സ്കോർ 100 കൺവേർട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ സിലബസിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആപ്പിലെ വീഡിയോസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. കറക്റ്റ് ആയിട്ട് അത് ഓരോ ദിവസം അതിൽ നമ്മൾ പറഞ്ഞിരുന്ന പോലെ വീഡിയോസ് കണ്ട് പഠിച്ചു പോവുക. കൂടാതെ ഇനി എന്തൊക്കെ നമുക്കറിയാം നമ്മുടെ ലാംഗ്വേജ് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ റിസോഴ്സസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ചോദിക്കുവാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ടുള്ള ലൈവ് വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും.
കൂടാതെ വാല്യൂ ആഡഡ് നോട്ട്. വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെക്ചർ നോട്ടാണ്. കീ പോയിന്റ്സ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന ലെക്ചർ നോട്ടുകളാണ്. അത് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ എക്സാം PDF ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്കുകൾ നിങ്ങൾക്ക് എക്സാം സമയത്ത് കിട്ടുന്നുണ്ടാവും. അത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിവിഷൻ സമയത്ത് നിങ്ങൾ ടൈം കൂടുതൽ സേവ് ചെയ്യാൻ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ആ ഒരു എക്സാം പീരിയഡിൽ നമ്മൾ അതുപോലെ PYQ സെക്ഷൻസ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഏത് ബ്ലോക്ക് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം, ഏത് യൂണിറ്റ് നോക്കണം, ഏത് ടോപ്പിക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഏതാണ് ഏറ്റവും കൂടുതൽ എക്റ്റീവ് ആയിട്ട് വന്നിട്ടുള്ളത്, ഏതാണ് ഏറ്റവും ലോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതാണ്, ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതാണ് എന്നുള്ളത് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ ആ ഒരു സെക്ഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി. ഓക്കെ, അപ്പൊ അത് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിവിഷൻസും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് അസൈൻമെന്റ്സിന്റെ ആൻസേഴ്സ് ഗൈഡ് ബുക്കും കാര്യങ്ങളും അതും നമ്മൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നതാണ്. സോ അസൈൻമെന്റ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗൈഡ് ബുക്ക് നോക്കിയിട്ട് ആൻസേഴ്സ് നിങ്ങൾക്ക് അതുപോലെ എഴുതാൻ പറ്റുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ഉണ്ടായിരിക്കും. അതുപോലെ ഇതിന്റെ ഒരു മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. കൂടാതെ നിങ്ങൾക്ക് എക്സാംസിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അത് മാത്രമല്ല ലിങ്കേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇംപ്രൂവ്മെന്റ്സിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന കോഴ്സസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് തന്നെയാണ്. കൂടാതെ നമ്മൾ പഠനത്തിൽ മാത്രമല്ല, നമ്മളിവിടെ വരുന്ന ഓരോ ഇവന്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽസ് ആയിക്കോട്ടെ, ഫെസ്റ്റിവൽ ഡേയ്സ് എല്ലാം നമ്മളിവിടെ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്, നമ്മൾ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഒത്തിരി ഇവന്റ്സും കാര്യങ്ങളും നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ഈ ഒരു സിലബസ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് കരിയർ ഡെവലപ്മെന്റ് ക്ലാസ് കാര്യങ്ങൾ അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ലാംഗ്വേജ് ഒരുക്കി തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ആപ്പിൽ പോവുക, ക്ലാസ്സസ് കാണാൻ നന്നായിട്ട് വളരെ സക്സസ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഇയേഴ്സ് എങ്ങനെയാണോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു.